ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു? സുഖല്ലേ? പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ക്ലാസ്സിലൊന്നും വരാൻ കഴിയുന്നില്ല. പല കുട്ടികളും വളരെ വിഷമത്തിലാണ്. രാവിലെ മുതൽ വന്നിട്ട് വൈകിട്ട് വരെ പോകുന്ന അത്രയൊന്നും ക്ലാസ് നേടാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടെന്നറിയാം. പക്ഷേ നമ്മൾ പരിമിതമായ ഈ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ പോരായ്മകളൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം മാക്സിമം നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യുക എന്ന് മാത്രമേ നിങ്ങൾക്കിപ്പോൾ ചെയ്യാനുള്ളൂ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങളൊക്കെ ഈ കൈറ്റ് വിക്ടേഴ്സിലെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമായില്ല, ഒരു അരമണിക്കൂർ ക്ലാസ് നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഫോളോ അപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അതാത് ക്ലാസ് തീരുമ്പോൾ, കൈറ്റ് വിക്ടേഴ്സിൽ അതാത് ക്ലാസ് തീരുമ്പം ആ കഴിയുന്ന ഭാഗത്ത് വരെയുള്ള ടോപ്പിക്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റി ടെക്സ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ആക്ടിവിറ്റി ബേസിലാണ് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മളറിയാതെ മറ്റു പല മാർക്കുകളും നമ്മൾ കിട്ടും. അതാണ് ലാംഗ്വേജ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ സെക്കൻഡ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഇൻ വിമൺ എംപവർമെൻറ്റ്, അവിടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പോയിൻ്റായിരിക്കും ഒരു പക്ഷേ തിരിയുന്നത്. ലേണിംഗ് ബ്രേക്സ് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് കാണാം അവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റാണ് അല്ലേ, ലേണിംഗ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്, ലേണിംഗ് ബ്രേക്സ് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ലേണിംഗ് ലീഡ്സ് ടു ലേബർ. അങ്ങനെയൊക്കെ പോയിൻറ്റുകൾ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ടെക്സ്റ്റിലൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതേ ഒരു സംഭവം നമ്മളോട് ചിലപ്പോൾ എക്സാമിന് ഓർ യുവർ ഫസ്റ്റ് ടെർമിനൽ എക്സാമിൻ ഓർ യുവർ പബ്ലിക് എക്സാമിനേഷൻ ഓൾസോ ദർ മേ ബി എ ക്വസ്റ്റ്യൻ, എഡിറ്റ് ദി ഫോളോയിങ്, ദർ ആർ 4 mistakes are there and you have to correct that. Learning, suppose it may be the question, learning help to break the shackle of exclusions എന്നൊക്കെ ക്വസ്റ്റ്യനുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ലേണിംഗ് ഹെൽപ്പ് എന്ന് പറ്റുമോ? ഇല്ല. ഹി ഗോസ് ടു കാലിക്കറ്റ് എന്നല്ല നമ്മൾ പറയുള്ളൂ അല്ലേ. ലേണിംഗ് ഈസ് എ സിംഗുലറാണ്, അപ്പോൾ അവിടെ ഹെൽപ്സ് എന്ന് വേണം. പിന്നെ ടു ബ്രേക്ക് ദ ഷാക്കിൾ ഓഫ് എക്സ്ക്ലൂഷൻസ്, ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്നാണ്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് 3 മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇംഗ്ലീഷ് വളരെ എൻ്റർടൈൻമെൻറ്റോട് കൂടി നിങ്ങൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ വായിക്കണം. 3 കാര്യമാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം. ഒന്ന്, ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിലെ കണ്ടൻറ്റ് കോംപ്രിഹെൻഡ് ചെയ്യണം. വെറും ഒരു ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷിലൊരു ഹൈ സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. ലാംഗ്വേജ് വേണം, ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതോടൊപ്പം ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് ക്രിസ്റ്റ്യന ലഗാർഡിൻ്റെ ഒരു സ്പീച്ച് നിങ്ങൾക്ക് കൊടുത്തത് നിങ്ങൾ കരുതിയതുപോലെ ആദ്യത്തെ സംഭവം എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ ഇഷ്യൂ ആണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഇഷ്യൂ. ആ കണ്ടൻറ്റ് കോംപ്രിഹെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എയിം. രണ്ടാമത്തത്, ഇതുപോലൊരു മറ്റൊരു സ്പീച്ച് നിങ്ങൾ റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്പീച്ച് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് റീറൈറ്റ് അനദർ സ്പീച്ച്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം?
ഒരു സ്പീച്ചിൻ്റെ ലാംഗ്വേജ് നമ്മൾ അറിയണം. ഒരു സ്പീച്ചിൻ്റെ ലാംഗ്വേജ് നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ ഒരു സ്പീച്ച് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ലെറ്ററിൻ്റെ സ്റ്റൈലല്ല ഒരു സ്പീച്ചിനുണ്ടാവുക. ഒരു സ്പീച്ചിൻ്റെ സെയിം ലാംഗ്വേജ് അല്ല നമ്മളൊരു എസ്സേയിൽ ഉപയോഗിക്കുന്നത്, റൈറ്റപ്പിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലെറ്ററിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഓരോ ഡിസ്കോഴ്സസിനും അതിൻ്റേതായ ചില ഐഡൻറ്റിഫിക്കേഷൻസ് ഉണ്ടാകും. അത് നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ സ്പീച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു സ്പീച്ച് ഉണ്ടല്ലോ ചെയ്യാൻ. അതേതാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അത് നിങ്ങളെ സീനിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവം ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഇത് ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 8 മാർക്കിന് ചോദിച്ചാൽ അത്രത്തോളം ഇതുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആനുവൽ എക്സാം ആകുമ്പോഴേക്ക് പോളിഷ് ചെയ്ത് യു ക്യാൻ ആഡ് മോർ ആൻഡ് മോർ പോയിൻറ്റ്സ്. മാത്രമല്ല ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ. അപ്പോൾ ഒരു ടെക്സ്റ്റ് കുട്ടി എത്രത്തോളം ഫെമിലിയറാണ്, എത്രത്തോളം എൻ്റെ കൺട്രോൾഡിലാണ് ആ ചാപ്റ്റർ, അതിനനുസരിച്ച് അവൻ അതിൽ നിന്ന് തന്നെ മാക്സിമം പോയിൻ്റ് എടുക്കാൻ അവൻ പ്രാപ്തമാകും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ടെക്സ്റ്റ് തീരെ അവെയർ അല്ലാത്തൊരു കുട്ടിക്ക് ഈ ഇത്ര കാര്യങ്ങൾ കൂടുതലായിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അവൻ്റെ ആൻസറിൻ്റെ സ്റ്റാൻഡേർഡ്, അവൻ്റെ ടെക്സ്റ്റിലെ കോംപ്രിഹെൻഷൻ, അവൻ എത്രത്തോളം കോംപ്രിഹെൻഡ് ചെയ്തു ആ ടെക്സ്റ്റിനനുസരിച്ചായിരിക്കും അവൻ്റെ ആൻസറിൻ്റെ ക്വാളിറ്റി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിൽ ഒരു ആൻസർ വളരെ ഒരു എന്താ പറയുക, ഒരു ലെങ്തി ആൻസർ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ബോറടിക്കാത്ത രൂപത്തിലുള്ള ഒരു ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആക്ടിവിറ്റീസ്. അവിടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്പീച്ചാണ്. അപ്പോൾ അതിൻ്റേതായ ചില ഇൻഗ്രീഡിയൻസ് നമ്മളതിൽ ചേർക്കേണ്ടതുണ്ട് അല്ലേ. ഫസ്റ്റിൽ നമുക്കറിയാം ഒരു സല്യൂട്ടേഷൻ വേണം. പിന്നെ നമ്മൾ സ്പീച്ചിൽ കൊടുക്കേണ്ട ചില ലാംഗ്വേജ് ടിപ്സുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളൊന്ന് മാറ്റി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം. എല്ലാവരും ഒരേ ആൻസർ ആയിക്കൊള്ളണമെന്നില്ല. ഇനി ഒന്നും സാധിക്കാത്തവർ ഇത് പലതവണ വായിച്ച് നോക്കുക, പുതിയ പോയിൻറ്റ്സുകൾ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തുണ്ടെങ്കിൽ മോർ പോയിൻറ്റ്സ് ടെക്സ്റ്റിൽ ഇഷ്ടം പോലെ പോയിൻ്റ് ആ ചാപ്റ്ററിൽ തന്നെയുണ്ട്. അതൊന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുക. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കൂ, ഇത് എന്തായിരുന്നു നമ്മളെ ടോപ്പിക്ക്? വാട്ട് വാസ് എ ക്വസ്റ്റ്യൻ? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ പെർസസീവ് സ്പീച്ച് ഓൺ ദി ടോപ്പിക് എഡ്യൂക്കേഷൻ ഈസ് ദി കീ ടു വുമൺ എംപവർമെൻറ്റ്. Where is the venue to be delivered at the school assembly? അപ്പോൾ വെന്യൂ കിട്ടി. എന്താണ് ഡിസ്കോഴ്സ്? സ്പീച്ചാണ്. വാട്ട് ഇസ് എ ടോപ്പിക്? എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു വുമൺ എംപവർമെൻറ്റ്. വാട്ട്സ് ആൻസർ? ഫസ്റ്റ് യു നോ ദാറ്റ് അഡ്രസ്സ് ചെയ്യണം അല്ലേ, ഗാദറിങ് അഡ്രസ്സ് ചെയ്യണം. ഇറ്റ്സ് കോൾഡ് എ സല്യൂട്ടേഷൻ. എന്താ പറയുക? സല്യൂട്ടേഷൻ. Honorable principal, respected teachers and my dear friends, because it is a school assembly. Then next one, as you all know, today we are observing International Women's Day. അപ്പോൾ അവിടെ നമ്മൾ പറയാം, ഒരു സ്പീച്ച് നമ്മളെപ്പോഴും ഒരു അബ്രപ്റ്റ് സ്റ്റാർട്ടിങ്, പെട്ടെന്നൊരു മുഖവുരല്ലാണ്ട് അങ്ങോട്ട് തുടങ്ങാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ഡേ എന്താണ്? ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. ഇൻ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ I would like to, we are frequently using the expression in the speech, that is, I would like to talk a few words. ടോപ്പിക്കിന് മുമ്പിൽ നമ്മൾ ചേർത്ത് on. What's the topic? On. Education is the key to women empowerment. Education is the key to women empowerment. എഡ്യൂക്കേഷൻ പ്ലേസ് എ പിവോട്ടൽ റോൾ. നമുക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. അപ്പോൾ അത് ലാംഗ്വേജ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചില കുട്ടികൾ പിവോട്ടൽ റോൾ, ഇറ്റ്സ് എ എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ പ്രോമിനൻ്റ് റോൾ, എ ബിഗ് റോൾ. ദിസ് ടൈപ്പ് യു ക്യാൻ യൂസ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ പ്ലേസ് എ പിവോട്ടൽ റോൾ ഇൻ empowering women, and it is a foundation upon which any change can build. അപ്പോൾ മാക്സിമം ടെക്സ്റ്റൽ പോയിൻ്റ് എത്രത്തോളം നമുക്കിതിൽ നമ്മളുടെ ക്രിയേറ്റീവ് ആൻസറിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ മാക്സിമം അതൊരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റും കൂടുതൽ നമുക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും അല്ലേ. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ക്യാൻ ബിൽഡ്. ലേണിംഗ് ഹെൽപ്സ്. ഇതാണ് ഞാൻ മറ്റേ കറക്ഷന് വേണ്ടി പറഞ്ഞില്ലേ നിങ്ങളോട്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഹൗ
education helps women, learning helps women, learning helps women to help themselves and break the shackles of exclusion. Learning helps women to help themselves and break the shackles of exclusion. അവിടെ ഞാൻ കറക്ഷൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മളത് ആ സ്പീച്ചിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില മാർക്കുകളാണ് അവിടെ ഉണ്ടോ. ലേണിംഗ് ഹെൽപ്പ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. അപ്പോൾ ഹെൽപ്സ് ആക്കുന്നു അല്ലേ. ഷാക്കിൾ ഓഫ് എക്സ്ക്ലൂഷൻസ് എന്നായിരുന്നു. എസ് വേണ്ടത് ഷാക്കിൾസിൻ്റെ കൂടെയാണ്. സോ അപ്പോൾ ദാറ്റ് ഈസ് ബട്ട് വുമൺ ആർ സ്റ്റിൽ കൺസിഡേർഡ് ആസ് സെക്കൻഡ് സിക്സ്. Women are still considered as second class citizen. Very few women rise to the top. A simple way of answering ആണ്. The first step to rectify this gender gap. What is a gender gap here? Woman is considered as a second class still. So this is a problem. So it is how we can rectify, wipe out this gender gap in society to provide education to women. And what was our topic? എഡ്യൂക്കേഷൻ ഈസ് ദി കീ ടു വുമൺസ് എംപവർമെൻറ്റ്. നമ്മൾ അവിടെ ബൗണ്ടേഡ് ആയിരിക്കണം. അവർ ആൻസർ ഷുഡ് ബി ക്വസ്റ്റ്യൻ ബൗണ്ടേഡ്. അവിടെ നമ്മൾ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയിലേക്ക് പോകണമെന്നില്ല, അല്ലെങ്കിൽ ലേബറിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമ്മളവിടെ പോകണ്ട. സ്പീച്ച് അങ്ങനെയാണെങ്കിലും നമ്മളെ ടെക്സ്റ്റിലെ സ്പീച്ച് അങ്ങനെയാണെങ്കിലും നമുക്കുള്ള ചോദ്യം എന്താണ് ഇവിടെ? എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു വുമൺസ് എംപവർമെൻറ്റ്. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ഏതുവരെ മാക്സിമം പറയാം? ലേണിംഗ് ഓർ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ലേബർ നമുക്ക് പറയാം. അല്ലാണ്ട് ലേബറിലെ പ്രോബ്ലം നമ്മൾ പറയണ്ട. വർക്ക് ഹൗസിലെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഹൗ വി ക്യാൻ സോൾവ് ദിസ് ടൈപ്പ് ഓഫ് വർക്ക് ഹൗസ് പ്രോബ്ലംസ്, ഇറ്റ് ഈസ് നോട്ട് അവർ ടോപ്പിക്. സോ അവർ ആൻസർ ഷുഡ് ബി ക്വസ്റ്റ്യൻ ബൗണ്ടഡ്. അവിടുന്ന് മാക്സിമം നമുക്ക് എഴുതാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. Then what is gap in the first step to rectify this gender gap in society is to provide education to women, and then only they become aware of their own potential. Education അവർ എന്തിനെ അവെയർ ആക്കുന്നു? their own potential, aware of their own potential. Learning helps women to know their own yes, learning helps to know about their rights and duties. Learning helps women to know about their rights and duties. Learning leads to labor, and thus a nation can double its per capita income. Therefore, let us make a pledge to promote women education. Therefore, let us make a pledge to promote women education. Let me conclude my speech. ഇതൊരു എക്സ്പ്രഷൻ അല്ലേ. പലപ്പോഴും നമ്മൾ സ്പീച്ച് നിർത്താൻ പോകുമ്പോൾ ലെറ്റ് മീ കൺക്ലൂഡ് മൈ സ്പീച്ച് ബൈ കോട്ടിങ് ആൻ ആഫ്രിക്കൻ അഡേജ്. എന്താണ് നിങ്ങൾ എല്ലാവരും ബൈഹാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു അഡേജ് ആയിരുന്നു ആ ഫസ്റ്റ് സ്പീച്ചിൽ അല്ലേ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്, if you educate a girl you train a village. This is the difference between educating a boy and educating a girl. Thank you. This is a simple way of delivering speech in this topic. So I already mentioned to you that is, first of all we should aware about the style of a speech, and we have to try to maximum include this format here. And other than this നമുക്കറിയാം സ്പീച്ചിൻ്റെ ഒരു ഡെക്കറേഷനാണ് ക്വസ്റ്റ്യനിങ്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. വാട്ട്സ് എ പ്രസൻറ്റ് സിനാരിയോ ഓഫ് വുമൺ സ്റ്റാറ്റസ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളും നമ്മൾ സ്പീച്ചിലേക്ക് കൊണ്ടുവരാം. ഞാനിതിവിടെ എന്താ പറയുക എല്ലാ ക്ലാസ്സിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കുട്ടികൾക്ക് കൂടുതൽ കാണുമ്പോൾ മടുപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് വളരെ ചെറിയ മിനിമം രൂപത്തിലുള്ള ഒരു ടോപ്പിക്ക് ആക്കിയതാണ്.
എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ ലാംഗ്വേജിനും നിങ്ങളുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ച് കൊണ്ട് ഇതിനെയും പാരഗ്രാഫ് 1 or 2 more പാരഗ്രാഫ് കൂടി മാർക്കിന് നോക്കിയിട്ട് കറസ്പോണ്ടിങ് മാർക്ക് നോക്കുക. ക്വസ്റ്റ്യൻ്റെ കറസ്പോണ്ടിങ് മാർക്ക് എത്ര ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ആൻസറിൻ്റെ ലെങ്ത്ത് തീരുമാനിക്കുന്നത്. ഒരു 8 മാർക്സിലേക്കാണോ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. 6 മാർക്കിനാണെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ്, or 5 മാർക്സ് ഇറ്റ് ഈസ് ഇനഫ്. സോ ദാറ്റ് ഈസ് അപ്പോൾ നിങ്ങളെന്തായാലും എന്ത് ചെയ്യുക, ഇനി പുതിയ ആക്ടിവിറ്റീസ് ഈ ടോപ്പിക്കിൽ ഉണ്ടോ എന്ന് നോക്കണം. ദെൻ സെക്കൻഡ് പോയം എനി വുമണിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.